ഹായ് കുട്ടീസ്, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് നമ്മുടെ സൈലത്തിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളായ ഗോകുലം പബ്ലിക് സ്കൂളിലാണ്. പലപ്പോഴും 10th ബോർഡ് എക്സാം കഴിഞ്ഞ് 11th-ലേക്കും 12th-ലേക്കും എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായി കാണും. ഒരു മാത്സ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു എഞ്ചിനീയർ ആവണമെന്നോ, അല്ലെങ്കിൽ ഒരു ബയോ ഗ്രൂപ്പ് എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഡോക്ടർ ആവണമെന്നോ ഉണ്ടായിരിക്കും. എന്നാൽ പലപ്പോഴും ഈ ഒരു കാര്യത്തിന് നമ്മൾ കുറച്ച് സീരിയസ് ആയി ഈ എൻട്രൻസിനെ ക്രാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക 12th ബോർഡ് ശേഷമാണ്. അതിന് ആവശ്യമുണ്ടോ? ശരിക്കും 12th ബോർഡിന് ശേഷം ഒരു വർഷം മാറ്റി വെച്ച് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം നീറ്റ് ജെഇ പോലുള്ള എൻട്രൻസുകൾക്കുണ്ടോ? അതോ നിങ്ങളുടെ +1 +2നോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണോ ഈ കോഴ്സുകൾ? നമുക്കൊന്ന് നോക്കിയാലോ. അതിനുവേണ്ടി നമുക്കിന്ന് ഈ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ +1 +2നോടൊപ്പം തന്നെ നീറ്റിന് പഠിക്കുന്ന ഒരു കുട്ടിയെ പരിചയപ്പെടാം. എന്റെ കൂടെ ഉള്ളത് ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ +1-ന് പഠിക്കുന്ന ദിയയാണ്. നമുക്ക് ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെ വിശേഷങ്ങളൊക്കെ ദിയ വഴി അറിഞ്ഞാലോ. ആദ്യം തന്നെ ദിയ, എങ്ങനെയാണ് സൈലം ഇന്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് എത്തിയത്? എൻ്റെ അമ്മയാണ് എന്നോട് പറഞ്ഞത് ധൈര്യത്തിനെ കുറിച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ ക്ലാസ് ഒക്കെ കണ്ടു ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ് ക്വൈറ്റ് അട്രാക്റ്റീവ്. സോ അതുകൊണ്ട് അങ്ങനെ എനിക്കൊരു ഒരു നല്ല വീഡിയോ ക്ലാസ്സസ് ഒക്കെ ആയിരുന്നു ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. സോ അങ്ങനെയാണ് ഞാൻ ധൈര്യത്തിനെ കുറിച്ച് അറിഞ്ഞത്. ഓക്കെ, അപ്പോ മോളുടെ അമ്മയുടെ സജഷൻ ആയിരുന്നു അല്ലേ? ആൻഡ് ഈസ് ഇറ്റ് അമ്മാസ് ഡിസിഷൻ? മോള് ഒരു നീറ്റ് ആസ്പിറന്റ് ആണ്, നീറ്റിന് വേണ്ടി നീറ്റ് പ്രിപ്പയർ ചെയ്യാണ്. അമ്മയുടെ ഇഷ്ടമായിരുന്നോ നീറ്റിന് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം? അതോ മോക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു എനിക്കൊരു ഡോക്ടർ ആവണം എന്ന് കുഞ്ഞിലേ ഉണ്ടായിരുന്നോ? അതെ, എൻ്റെ അമ്മയുടെ ഐഡിയ അല്ലായിരുന്നു, അത് ടോട്ടലി എൻ്റെ ഐഡിയ ആയിരുന്നു. എനിക്ക് ചെറുപ്പം തൊട്ട് എൻ്റെ അപ്പച്ചനൊക്കെ ഡോക്ടറാണ്. അപ്പോൾ അപ്പച്ചനൊക്കെ കണ്ട് അങ്ങനെ എനിക്ക് ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹത്തോടെ അങ്ങനെ അമ്മയടുത്ത് പറഞ്ഞു എനിക്ക് നീറ്റ് മെഡിസിന് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഒരെണ്ണം ചൂസ് ചെയ്ത് തന്നതാണ് അമ്മ, സൈലത്തിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂൾ. അപ്പൊ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ നീറ്റിന്റെയോ അല്ലെങ്കിൽ ജെഇയുടെയോ എൻട്രൻസ് +1 +2 പഠിക്കുമ്പോൾ +1 +2ന്റെ ബോർഡ് ഭയങ്കര വീക്ക് ആവാനും നിങ്ങളുടെ സ്കൂളിന്റെ മാർക്കും പെർഫോമൻസും കുറയാനും സാധ്യതയുണ്ടെന്ന് മോക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നത്തില്ല. നമ്മള് എൻട്രൻസ് ആണ് നമ്മള് ബോർഡിനകത്ത് എന്താണ് ചോദിക്കുന്നത് അവർ എൻട്രൻസ് ആണ് ചോദിക്കുന്നത്, ഒബ്ജക്റ്റീവ് ആയിട്ട് ആക്കുന്നത്. അപ്പോൾ നമ്മൾ സെയിം സിലബസ് ആണ്, ബേസിക്കലി സിലബസ് ആണ്. പക്ഷെ ഇവിടെ നമ്മള് എൻട്രൻസ് അങ്ങനെ പഠിക്കുന്നത് കൊണ്ട് നമുക്കൊരു തരോ കോൺസെപ്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത്. കോൺസെപ്റ്റ് അറിയത്തില്ലെങ്കിൽ നമുക്ക് എൻട്രൻസ് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പക്ഷെ അത് അങ്ങനെ പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ബോർഡ് സത്യം പറയാൻ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ രണ്ടും ഒരേ സിലബസ് ആണ്. എന്നാൽ നമ്മൾ അതിന് നല്ല ബേസിക് ആയിട്ട് ശരിക്കും എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല ബേസോട് കൂടി നമ്മൾ അത് പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് തന്നെ ശരിക്കും അതിന് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ബോർഡ് നോക്കുമ്പോൾ ബോർഡ് ഈസിയാണ്. പിന്നെ രണ്ടിനുള്ള പേപ്പേഴ്സ് ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ. ഒബ്ജക്റ്റീവും മറ്റേത് സബ്ജക്റ്റീവും ആണ്. ഇത് രണ്ടും ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ബോർഡിന്റെ മാർക്കൊന്നും കുറഞ്ഞിട്ടില്ല അല്ലേ? ഇങ്ങനെ പഠിക്കുമ്പോ ഈ +1 എന്ന് പറയുന്നത് ഈ 10th ബോർഡൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യാൻ വരുന്ന സമയമാണ്. അപ്പോൾ സ്കൂൾ എങ്ങനെയാണ്, സ്കൂൾ ലൈഫ് എങ്ങനെയാണ്? ഇതിങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെസ്ഫുൾ ആണോ സ്കൂൾ ലൈഫ്? വേറെ ഒരു എൻജോയ്മെന്റിനുള്ള ഒരു പാർട്ടി ഇല്ലേ? ഉണ്ട്. നമുക്ക് ഓണം സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് അവിടെ ആ സമയത്ത് വടംവലി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ട്രിപ്പ് ഉണ്ടായിരുന്നു ഡിസംബർ സമയത്ത്. പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം നമുക്ക് സ്പോർട്സ് കിട്ടും. വൈകുന്നേരം നമുക്ക് സ്പോർട്സ് ആയിരിക്കും 1.5 മണിക്കൂറൊക്കെ. അപ്പൊ അത് നല്ല രസമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ എങ്ങനെയാണോ നോർമൽ സ്കൂൾ പോകുന്ന അതുപോലെ തന്നെയാണ്. ലൈക്ക് യു ഹാവ് എവറി സെലിബ്രേഷൻസ് ഓവർ ഹിയർ അല്ലേ? ആൻഡ് ആദ്യമായിട്ടായിരിക്കും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. നേരത്തെ അമ്മയുടെ കൂടെ ആയിരുന്നു, എബ്രോഡ് ആയിരുന്നു. അപ്പോ അവിടുന്ന് മാറി നാട്ടിൽ വന്നു. ആദ്യമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ഹോസ്റ്റൽ എക്സ്പീരിയൻസ്? ഹോസ്റ്റൽ സ്വപ്നം പറഞ്ഞാൽ ആദ്യം ഞാൻ തോന്നി എനിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും പരിചയമായി. പിന്നെ മെന്റേഴ്സും പിന്നെ ഒരു റാപ്പോ ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ കളിയും ചിരിയൊക്കെ ഉണ്ട്, പിന്നെ പഠിത്തമൊക്കെ ഉണ്ട്. അപ്പൊ നല്ല രസമാണ്. ആക്ച്വലി വീട്ടില് പാരന്റ്സ് ഇല്ലാത്തതിന്റെ ഒരു കുറച്ച് എങ്കിലും മെന്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അവര് നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലേ? ആണല്ലേ? അപ്പൊ ഹോസ്റ്റൽ ലൈഫും ലൈക്ക് അടിപൊളിയാണ്, ചില്ലായിട്ട് പോകുന്നു. സ്കൂൾ ലൈഫും അടിപൊളിയായിട്ട് പോകുന്നു. എൻട്രൻസ് പഠിത്തം അടിപൊളിയായിട്ട് പോകുന്നു. ശരിക്കും നമ്മുടെ കുട്ടികളോട്, 10th കഴിയുന്ന കുട്ടികളോട് മോൾക്ക് എന്താണ് പറയാനുള്ളത്? ഈസ് ഇറ്റ് ബെറ്റർ ടു സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ഫോർ എയ്തർ ജെഇ അല്ലെങ്കിൽ നീറ്റ്? ഈസ് ഇറ്റ് ബെറ്റർ ടു സ്റ്റാർട്ട് ഇറ്റ് ഫ്രം 11th സ്റ്റാൻഡേർഡ് ഓർ ഈസ് ഇറ്റ് ഗുഡ് to start after 12th standard? I would say that it's better to start like 11th because അങ്ങനെ പഠിക്കുമ്പോൾ നമ്മളുടെ സിലബസ് സെയിം ആയിക്കൊണ്ട്
നമ്മൾ ഇപ്പൊ എടുക്കുന്ന ചാപ്റ്റേഴ്സ് അപ്പൊ തന്നെ തരവാക്കിയിട്ട് ക്ലിയർ ആയിട്ട് പോവാണ്. നമ്മൾ ഇനി 12th കഴിഞ്ഞിട്ട് പഠിക്കാൻ പോവാണെങ്കിൽ നമുക്ക് ചിലപ്പം ഒരു വർഷമാണ് സാധാരണ ആൾക്കാർ പറയുള്ളൂ, പക്ഷെ സത്യം പറയാൻ 7 മാസമൊക്കെ വരുള്ളൂ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ അത് നമ്മള് സത്യം പറഞ്ഞാൽ ആ പ്രഷറിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ചിലപ്പോൾ നമ്മള് ഫുൾ ഷോർട്ട് കട്ട്സ് അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞ എൻട്രൻസ് അതൊക്കെ വേണ്ട, നമ്മൾ കോൺസെപ്റ്റ് അറിയാൻ നമുക്ക് എളുപ്പമായിട്ട് നമ്മള് 11th 12th തൊട്ട് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അത് നല്ലത്. എപ്പോഴും കുട്ടികൾക്ക് 10th കഴിയുമ്പോഴുള്ള കൺഫ്യൂഷൻ 11th 12th ഇനി 12th ബോർഡും ഒക്കെ കഴിഞ്ഞ് ഒരു വർഷം നിന്ന് പ്രിപ്പയർ ചെയ്യാന്നായിരിക്കും. പലപ്പോഴും അതൊരു റോങ് ചോയ്സ് ആണ്. കാരണം നമ്മൾ നല്ലപോലെ +1 +2 ഒത്തിരി ഒന്ന് ഉഴപ്പി ബോർഡിന് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എക്സാം എഴുതി ഓക്കെ നല്ല സ്കോറോടുകൂടി പാസ്സാവും. പക്ഷെ പലപ്പോഴും നമ്മുടെ ബേസ് സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ലേറ്റർ ഓൺ നമ്മൾ ഒരു വർഷം നിന്ന് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ എവിടെയൊക്കെയാണ് ആ ഒരു ബ്ലാക്ക് സ്പോട്ട്സ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. ഇതെല്ലാം പഠിച്ചു തീർക്കണം എന്നാൽ നമുക്കൊരു എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രഷറും അവിടെ നമുക്ക് എക്സേർട്ടഡ് ആണ്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു സ്റ്റാർട്ട് ഏർലി ആൻഡ് ഷീ ഈസ് വൺ ഓഫ് എൻ എക്സാമ്പിൾ ആൻഡ് ഇറ്റ്സ് നോട്ട് ഡിഫിക്കൾട്ട്. അതാണ് കുട്ടികൾ പറയുന്നത്, ഇറ്റ്സ് നോട്ട് ഡിഫിക്കൾട്ട്, ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് യു ആർ ഗോയിങ് ടു എ സ്കൂൾ, യു ആർ സ്റ്റഡിങ് എവറിത്തിങ്. അത് തന്നെയാണ് നിങ്ങൾ ശരിക്കും എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യുമ്പോഴും എൻട്രൻസിന്റെ കൂടെ പഠിക്കുമ്പോഴും നിങ്ങൾ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ചാൻസ് മിസ്സാക്കാതെ നെക്സ്റ്റ് എക്സാം എഴുതി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇന്റഗ്രേറ്റഡ് സ്കൂളിലേക്കുള്ള ഒരു സീറ്റ് ഉറപ്പാക്കുക.